നമസ്കാരം. ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കെതിരെ പുതിയ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് കാനഡ രംഗത്തെത്തിയത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും 2019ലും 2021ലും കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിച്ചു എന്നാണ് കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസസ് ആരോപിച്ചത്. വിദേശ ഇടപെടൽ സംബന്ധിച്ചുള്ള ഫെഡറൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും വാദം അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു ഇന്ത്യ അന്ന് തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയത്. മറ്റ് രാജ്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ സ്വഭാവമല്ല എന്നും മറിച്ച് കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. എന്നാൽ ഇപ്പോഴിതാ കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ, പ്രത്യേകിച്ചും ഇന്ത്യ ഇടപെടൽ നടത്തി എന്നുള്ള ആരോപണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണത്തിൽ കനേഡിയൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടാൻ ശ്രമിച്ചതിന് തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് 2021 തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥരുടെ പാനലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാനഡ ഇന്ത്യക്കെതിരെ തൊടുത്ത ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇതോടുകൂടി കാണാൻ സാധിക്കുന്നത്. വളരെ ഗൗരവതരമായ, ഒരുപക്ഷെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പോലും ഇന്ത്യയെ നാണം കെടുത്താൻ തക്കതായുള്ള ഒരു ആരോപണമായിരുന്നു കാനഡ നടത്തിയത്. കാനഡയുടെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾക്കാണ് ഇതോടുകൂടി അന്ത്യം വന്നിരിക്കുന്നത്. കാനഡയുടെ തന്നെ ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇതുവരെയും അങ്ങനെയുള്ള ഒരു ഇടപെടലും നടത്തിയതായുള്ള തെളിവുകൾ പുറത്തുവിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതോടുകൂടി ഈ ആരോപണത്തിൽ ഭാരതം അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ന്യൂസ് ഡെസ്ക് മലയാളം.